നമുക്ക് 3 ശത്രുക്കളുണ്ട്. ആത്മീയ പിതാക്കന്മാർ പറയുന്ന ഒരു 3 ശത്രുക്കളുണ്ട്. 1 ലോകം, 2 പിശാച്, 3 ദുരാശ, അല്ലെങ്കിൽ ജഡം എന്ന് പറയാറുണ്ട്. ശരീരം എന്ന് വേറെ രീതിയിൽ ദുരാശയ്ക്ക് മറ്റൊരു പേര് കൊടുക്കാറുണ്ട്. 1-ാമത്തെ ശത്രു ലോകമാണ്, 2-ാമത്തെ ശത്രു പിശാചാണ്, 3 ഈ ദുരാശകളാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വളരെ കണക്റ്റീവാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ആഴത്തിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ രോഗാരൂപിയെ തോൽപ്പിക്കുമ്പോൾ നമ്മുടെ ബന്ധം എന്തിനോടാണ് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആന്തരികവും ബാഹ്യവുമായ ഒരു ശത്രുക്കളെ പോരാടാനുള്ള ഒരു കൃപ നമുക്ക് വേണം. ആന്തരികമായിട്ട് വേണം, ബാഹ്യമായിട്ട് വേണം. പലപ്പോഴും നമ്മൾ ബാഹ്യമായിട്ട് പോരാടുമ്പോൾ ആന്തരികമായിട്ട് പലയിടത്തും നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദുരാശകളുടെ ഈ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാം. ശരിക്കും നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ ലോകം, പിശാച്, ദുരാശയാണ് യഥാർത്ഥത്തിൽ ഈ പാപത്തിൻ്റെ വേര് നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിച്ചെടുക്കുന്നത്. അപ്പം എന്താണ് ഈ ദുരാശ? ബൈബിള് പറയുന്ന ദുരാശയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം. അത് മാർക്കൂസിൻ്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് ഈ പാപത്തിൻ്റെ വേരിനെ കുറിച്ച് പറയുന്നുണ്ട്. മാർക്കൂസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെ. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ അവനെ അശുദ്ധനാക്കുന്നു. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ അവനെ അശുദ്ധനാക്കുന്നു. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില അവസ്ഥകളെ നമ്മൾ പുറത്താക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഉള്ളിലേക്ക് ദൈവത്തിന് വരാൻ പറ്റുള്ളൂ. ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ അവസ്ഥകളാണെങ്കിൽ ദൈവത്തിന് എങ്ങനെ നമ്മുടെ അകത്ത് കയറി നമ്മളെ ദൈവീകമായിട്ട് അല്ലെങ്കിൽ നിത്യജീവനിലേക്ക്, ദൈവകൃപയിലേക്ക് നമ്മൾ നയിക്കാൻ പറ്റും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുരാശയെ പറ്റി ചിന്തിക്കുകയാണ്. 3 തരം ദുരാശയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. 1 കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, അതുപോലെ ജഡത്തിൻ്റെ ദുരാശ. ഈ ദുരാശകൾ പ്രധാനമായിട്ടും കിടക്കുന്നത്, നമ്മൾ ഈ ദുരാശയെ മറ്റൊരു വിധത്തിൽ വിളിക്കും, മൂലപാപങ്ങൾ എന്ന് വിളിക്കും. നമുക്കറിയാം, ബൈബിൾ പറയുന്നൊരു കാര്യമുണ്ട്, മൂലക്കല്ല്. ഒരു ഭവനം പണിയുമ്പോൾ അവിടെയുള്ള മൂലക്കല്ല്, അതുമയാണ് എല്ലാം പണിയുക. ഇതുപോലെ പിശാച് നമ്മുടെ ഉള്ളിൽ വയ്ക്കുന്ന ചില മൂലകാരണങ്ങളാണ് മൂലപാപങ്ങൾ. എന്നാൽ ദൈവം പറയാണ്, ഈ മൂലപാപങ്ങളുടെ ഓപ്പോസിറ്റായിട്ട് 7 പുണ്യങ്ങളുണ്ട്. അതുകൊണ്ട് മൂലപാപങ്ങളെ തോൽപ്പിക്കാൻ അതിനോപ്പോസിറ്റായിട്ടുള്ള പുണ്യങ്ങൾ അഭ്യസിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ലോകാരൂപിയെ തോൽപ്പിക്കാൻ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. 1-ാമത്തെ മൂലപാപം അഹങ്കാരമാണ്. എല്ലാ വിശുദ്ധരും, പ്രത്യേകിച്ച് തോമസ് അക്വിനാസ് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ഏതൊരു പാപവും ഒരു വ്യക്തിയിൽ മുളയെടുക്കണമെങ്കിൽ അവനിൽ അഹങ്കാരം ഉണ്ടായിരിക്കണം, ഞാനെന്ന പാപം ഉണ്ടാകണം. മാലാഖയായിരുന്നവനെ പിശാചാക്കാൻ കടന്നു വന്ന ഒരു പാപമായിരുന്നു അഹങ്കാരം. ആദ്യ മാതാപിതാക്കളെ പറുദീസയിൽ നിന്ന് പുറത്താക്കാൻ അവരുടെ ഉള്ളിൽ പിശാച് നിക്ഷേപിച്ച മൂല കാരണമായിരുന്നു ദൈവത്തെ പോലെ ആകാനുള്ള അഹങ്കാര ചിന്ത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹങ്കാരമാണ് 1-ാമത്തത്. 2 അസൂയ, 3 ദ്രവ്യാഗ്രഹം, 4 മോഹം, 5 കൊതി, 6 അലസത, 7 കോപം. ഈ മൂല കാരണങ്ങളാണ് നമ്മുടെ ഉള്ളിൽ പാപം വിട്ടുപോകാതിരിക്കാനുള്ള വേരുകൾ. ദുരാശയുടെ 7 വേരുകൾ 7 ഭാഗങ്ങളിൽ ചിന്തി. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കി, 7 കൂദാശകൾ, 7 കൂദാശ സ്വീകരിക്കുന്ന നമുക്ക് തിരിച്ചറിയണേ, ഇതിൻ്റെ വേരുകൾ നശിപ്പിക്കാൻ പറ്റും. നമുക്കറിയാലോ, എല്ലാ കൂദാശകളുടെയും കൂദാശയായ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമുക്ക് ഈ ദുരാശകളെ തോൽപ്പിക്കാൻ തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3 തരത്തിലുള്ള ദുരാശകൾ ബൈബിൾ പറയുന്നുണ്ട്. അതിലെങ്ങനെ ഇതിനെ നമുക്ക് ക്രമീകരിക്കാം? 1 ജഡത്തിൻ്റെ ദുരാശയാണ്. ജഡത്തിൻ്റെ ദുരാശയുടെ പ്രത്യേകത, അതിൽപ്പെടുന്ന പാപങ്ങളാണ്, മൂലപാപങ്ങളാണ്. 1 മോഹം, ജഡത്തിൻ്റെ ദുരാശപ്പെടുന്നതാണ് മോഹം എന്ന മൂലപാപം. 2 കൊതി എന്ന മൂലപാപം ഈ ജഡത്തിൻ്റെ ദുരാശപ്പെടും. മറ്റൊന്ന് അലസത എന്ന മൂലപാപം ഈ ജഡിക ദുരാശയപ്പെടും.
മറ്റൊന്ന് ലൈംഗിക ആസക്തി, മോഹത്തിൽ തന്നെ പെടുന്നതാണ് ലൈംഗിക. ഇതെല്ലാം പെടുന്നത് ജഡത്തിൻ്റെ ദുരാശ എന്ന പാപത്തിലാണ്. രണ്ടാമത്തതാണ് കണ്ണുകളുടെ ദുരാശ. അതിൽ പെടുന്ന മൂലപാപമാണ് ദ്രവ്യാഗ്രഹം. മറ്റൊന്നുള്ളത് ജീവിതത്തിൻ്റെ അഹന്തയാണ്. അതിൽ പെടുന്ന മൂലപാപങ്ങൾ ഒന്ന് അഹങ്കാരം, അഹങ്കാരത്തിന് മറ്റൊരു പേരാണ് നിഗളം അല്ലെങ്കിൽ കോപം, അസൂയ. ഈ പാപങ്ങളെല്ലാം, ഈ മൂലപാപങ്ങളെല്ലാം പെടുന്നത് ജീവിതത്തിൻ്റെ അഹന്ത എന്ന് പറയുന്ന, ബൈബിൾ പറയുന്ന ദുരാശയിലെ മൂന്നാമത്തെ ദുരാശയിൽ പെടുന്ന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മേഖലകളെ നമ്മൾ തോൽപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ പാപ അവസ്ഥകളെ ഒന്ന് ഓർമ്മപ്പെടുത്തി തരികയാണ്. ഒന്ന് നമുക്കറിയാം, അസൂയ. ഈ ലോകത്ത് അനേകരുടെ പ്രശ്നം അസൂയയാണ്. നമുക്കറിയാലോ, മക്കളെക്കുറിച്ച് അഹങ്കരിക്കുന്ന അനേകരുണ്ട്, അസൂയപ്പെടുന്നുണ്ട്. എൻ്റെ മോൻ, എൻ്റെ മോള് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ തിരുത്താൻ പോലും ആ മാതാപിതാക്കൾ സമ്മതിക്കില്ല മക്കൾക്ക് വേണ്ടി. അതുകൊണ്ട് ഈ അസൂയ മൂലം തന്നെ അനേകം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കഴിവനുസരിച്ച് പഠിക്കാൻ ചില മാതാപിതാക്കൾ, ഇവരുടെ സ്വപ്നങ്ങളാണ് എൻ്റെ വീട്ടിൽ ഇന്നൊരാളുണ്ടാവണം, ഡോക്ടർ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ചിലത് നമുക്കറിയില്ലേ, ഈ തുമ്പിയെ കൊണ്ട് കല്ലിടുന്നതിന് തുല്യമാണ്. ഈ അസൂയ അനേകരെ തോൽപ്പിച്ചിട്ടുണ്ട്. സഭയിൽ പോലും പല കാര്യങ്ങളിലും അസൂയ വരുന്നു, കുടുംബ ജീവിതങ്ങളിൽ അസൂയ വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യം പറയുക, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൽ നിന്ന് അസൂയയുടെ അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക. യാക്കോബിൻ്റെ ലേഖനം 3:16 പറയുക, എവിടെ അസൂയയും സ്വാർത്ഥ മോഹമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുണ്ട്. ഇന്ന് ലോകത്ത് യുദ്ധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചില രാജ്യങ്ങളുടെ അസൂയയാണ്, ചില രാജ്യങ്ങളുടെ സ്വാർത്ഥതയാണ്. മറ്റു രാജ്യത്തെ അടിച്ചമർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അനേകം മനുഷ്യരുടെ കുരുതി ഉണ്ടാകുക. അതുകൊണ്ടാണ് പരിശുദ്ധമ്മ ലോകത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ കണ്ണുനീരോടെ പറഞ്ഞ്, ലോകത്തിൻ്റെ അസൂയാലുകളായ അധികാരികൾ ചിതറിക്കപ്പെടണം. ചിതറിക്കപ്പെടുന്നില്ലെങ്കിൽ ഇവരാൽ ലോകം പണിയപ്പെടുമ്പോൾ നല്ലവരായ അനേകം മനുഷ്യർ അതിൽ കുരുതി കഴിക്കപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് ലോകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു മനോഹരമായൊരു വചനമാണ് സുഭാഷിത പുസ്തകം 14:30. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം രോഗങ്ങളല്ല. ചിലരുടെ എല്ല് സംബന്ധമായ വേദനകളെല്ലാം രോഗങ്ങളല്ല, ചിലതൊക്കെ അസൂയ മൂലം ഉണ്ടാകുന്നതായിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ അസൂയ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അസൂയയ്ക്ക് ഉള്ള പുണ്യമാണ് പരസ്നേഹം, ഉപവി, സ്നേഹിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. രണ്ടാമത്തെ പാപം അഹങ്കാരമാണ്. ശക്തമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ പാപമാണ് ഈ അഹങ്കാരം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 5-ാം തിരുവചനം പറയുക, അഹങ്കരിക്കുന്നവരോടുകൂടെ കർത്താവിന് വെറുപ്പാണ്. അഹങ്കരിക്കുന്നവരെ കർത്താവിന് വെറുപ്പാണ്. പ്രിയപ്പെട്ടവർ, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല. അഹങ്കരിക്കുന്നവർക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, എളിമ എന്ന പുണ്യം നമുക്ക് നേടണമെങ്കിൽ 3 സവിശേഷതകൾ ഉണ്ടാകണം. അത് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിടണേ. 3 സവിശേഷതകൾ. ഒന്നാമത്തത്, ദൈവത്തിലും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അധികാരികളിലും പൂർണ്ണമായ അർപ്പണം. ഒരു കുഞ്ഞാണെങ്കിൽ, ഒരു യുവാവാണെങ്കിൽ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അധ്യാപകരിൽ, നിനക്ക് നൽകിയിരിക്കുന്ന മാതാപിതാക്കളിൽ, നീ നിയോഗിക്കപ്പെട്ട വ്യക്തികളോടുള്ള നിന്റെ ബഹുമാനം, അത് എളിമയുടെ പുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന അധികാരികളോട് കാണിക്കുന്ന ആ ഒരു വിധേയത്വം, അതിൻ്റെ പേരാണ് എളിമ. രണ്ടാമത്തെ സവിശേഷത, എളിമയുടെ സവിശേഷത, മറ്റുള്ളവർക്കുള്ള പുണ്യങ്ങളും കഴിവുകളും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. മറ്റുള്ളവർക്കുണ്ടാകുന്ന പുണ്യങ്ങളും കഴിവുകളും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മെ തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തിക്കാണ് മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിക്കാൻ. ഇതൊരു അഹങ്കാര ചിന്തയാണ്. മൂന്നാമത്തെ എളിമയുടെ സവിശേഷത ഇതാണ്, നമ്മുടെ കഴിവുകളെ പറ്റി അറിവുണ്ടായിരിക്കുന്നത് പോലെ നമ്മുടെ കുറവുകളെ പറ്റിയും നമ്മൾ അംഗീകരിക്കണം. നമുക്ക് കഴിവ് കുറവുണ്ട്, കഴിവുകളുണ്ട്. നമ്മുടെ കഴിവുകളെ അംഗീകരിക്കുന്ന പോലെ നമ്മുടെ കുറവുകളെ അംഗീകരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിവാഹ ജീവിതങ്ങൾ നടക്കാത്തതിന് പ്രധാനമായിട്ട് ഒരു കാരണം ഞാൻ ചിന്തിക്കുന്നത്, അനേകം പെൺകുട്ടികൾ അവരൊത്തിരി അവരെക്കാൾ വലിയ കഴിവുള്ളവരെ നോക്കുന്നു.
കഴിവ് കുറവുള്ളവരെ നോക്കണമെന്നല്ല, എന്നാൽ തുല്യരാകാൻ കഴിയുന്ന ഒരു ജീവിത പങ്കാളിയെ നോക്കാതെ എനിക്കില്ലാത്തത് മറ്റുള്ളവർക്ക് വേണമെന്ന് അഹങ്കരിക്കുന്നൊരു ചിന്ത ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ ആർക്കും കഴിയുന്നില്ല. ദൈവം പറയുക, നീ എളിമപ്പെടുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും, ദൈവം നിന്നെ വഴി നടത്തും. പ്രിയപ്പെട്ടവരെ, ഈ എളിമ എന്ന പുണ്യത്തിന് എതിരായ പ്രധാനപ്പെട്ട അഹങ്കാര പാപങ്ങളാണ്. ഒന്ന്, പ്രധാനമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ അഹങ്കാരം. രണ്ട്, അമിതമായ എളിമ കാണിക്കുക. ഈ കാലഘട്ടത്തിൽ ചിലരുടെക്ക് മുന്നിൽ അമിത എളിമ കാണിക്കുന്നവരുണ്ട്. അവർക്ക് പ്രധാനമായിട്ടും ഈ അഹങ്കാര ചിന്ത കടന്നു വരുന്നവരാണ്. സുഭാഷിത പുസ്തകത്തിലെ 15-ാം അധ്യായം 33-ാമത്തെ വാക്യം പറയാണ്, ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്. ഒരു ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഓവർ പെർഫോമൻസ് ഒന്നും വേണ്ട, അത് കൃത്യമായിട്ട് വ്യക്തി ജീവിക്കുന്ന ഒരു ജ്ഞാനം ഉണ്ടാകും. അതുകൊണ്ട് വിനയം ബഹുമതിയുടെ മുന്നോടിയാണ്. വിനയം എന്ന് പറയുന്നത് ഞാൻ ദൈവത്താൽ ബഹുമതി നേടുന്ന വ്യക്തിയായിരിക്കും. ഈ ലോകത്ത് ആരും അത് അംഗീകരിക്കുന്നില്ല, കളിയാക്കപ്പെടും, എല്ലാം ചെയ്യപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ മുന്നിൽ അത് അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും വലിയ കൃപയാണ്. സുഭാഷിതം 29:23 പറയുക, അഹങ്കാരി നിലം പതിക്കും, വിനയമുള്ള ഹൃദയത്തെ ബഹുമതി നേടും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ പറയുന്നത്, സ്വർഗത്തോളം അവൾ ഉയർത്തപ്പെട്ടത് അവളുടെ എളിമ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അമ്മ ഈ ലോകം മുഴുവനെ എങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഒരു രാജാവിൻ്റെ അമ്മയാണ്, ഈ ലോകത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും അമ്മയായ പരിശുദ്ധ അമ്മ ആരും അറിയാതെ നിശബ്ദമായിട്ട് ദൈവത്തെ അറിയിച്ച് താൻ അറിയപ്പെടാതെ ദൈവം അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന ഒരു ശക്തനായ ദൈവം അവൾക്ക് ആ ഭാഗ്യം കൊടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സാക്ഷ്യ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ്? ചുറ്റുപാടുള്ളവരുടെ മുന്നിൽ പറയുന്ന സാക്ഷ്യങ്ങളല്ല, ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന ദൈവാനുഭവത്തിനായി ദൈവം നമ്മളെ വിളിക്കുക. പ്രിയപ്പെട്ട, മൂന്നാമത്തതാണ് നമ്മുടെ ദ്രവ്യാഗ്രഹം. ഞങ്ങളോട് പറഞ്ഞല്ലോ, കണ്ണിൻ്റെ ദുരാശയപ്പെടുന്നതാണ് ഈ ദ്രവ്യാഗ്രഹം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ എവിടെ പോയി വീഴുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളാകുന്ന അനേകം സ്ത്രീകളുടെ ഒരു പ്രശ്നം, ചിലപ്പോൾ ദേവാലയങ്ങളിലേക്കും പോകുമ്പോൾ അവിടെ മനോഹരമായ വസ്ത്രം ധരിച്ച വസ്ത്രത്തിലായിരിക്കും നോട്ടം. എന്നാൽ ഇതെല്ലാം സ്നേഹിക്കുന്ന ദൈവം കാണുന്നുണ്ടെന്നുള്ളൊരു ചിന്തയില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ളൊരാഗ്രഹം. പ്രിയപ്പെട്ടവർ, ഈ ദ്രവ്യാഗ്രഹം കൊണ്ട് നമ്മൾക്ക് ചിന്തിക്കുന്നതല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ എത്രയോ വസ്തുക്കൾ നമ്മൾ കളയാതെ എടുത്തു വെച്ചിരിക്കുന്നു. ചില വീടുകളിലേക്കും കയറി ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി സാധനങ്ങൾ കുട്ടിക്കാലം മുതൽ ഉപയോഗിച്ച പല്ല് തേക്കുന്ന ബ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് കളയെ. പ്രിയപ്പെട്ട, ദ്രവ്യാഗ്രഹമുള്ളൊരു വ്യക്തി ഒന്നും കൊടുക്കൂല, എടുത്തു വയ്ക്കും. പ്രിയപ്പെട്ടവരെ, അനേകം സാരികൾ, നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന അനേകം സാരികൾ എത്രയോ പാവപ്പെട്ടവർക്ക് ഉപയോഗിക്കാം. ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവണം, എല്ലാം കൊണ്ട് കത്തിച്ച് കളയാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകണം, നമുക്കറിഞ്ഞൂടെ? നമ്മളൊന്നൊരു വീട് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം എന്തിനതൊക്കെ എടുത്തു വെച്ചിരുന്നു, ഉപയോഗിക്കില്ല. എന്നാൽ ഉപകാരപ്രദമായ കാര്യം, ഇത് ദ്രവ്യാഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നേടിക്കിട്ടിയത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമെങ്കിൽ അത് കൊടുക്കാനുള്ളൊരു മനസ്സില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് ഈ ആസക്തി കൂടുതലായി കടന്നു വരികയാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യം പറയുക, ദാനമായി നിങ്ങൾക്ക് കിട്ടിയിട്ട് ദാനമായിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ലേ? ദാനമായി നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ദാനമായി കൊടുക്കുന്നില്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാം വാക്യം പറയുക, നിങ്ങൾ ഔദാര്യം കാണിക്കുന്ന കർത്താവ് കാത്തിരിക്കുന്നു, നിങ്ങളോട് കരുണ പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. അപ്പോൾ ഔദാര്യം കാണിക്കാൻ ദൈവം സദാ സന്നദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, നാലാമത്തത് കോപമാണ്. ഇന്ന് അനേകരുടെ പ്രശ്നം അതാ, കോപത്തിൻ്റെ അവസ്ഥ. പരിശുദ്ധാത്മാവ് നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന് ഈശോ വിളിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷമിക്കുന്നവനോ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമ എന്നത് പുണ്യമാണ്. കോപത്തിന് ഓപ്പോസിറ്റ് ക്ഷമയാണെങ്കിൽ അതൊരു സഹനശക്തിയാണ്, അതൊരു ശാന്തതയാണ്, അത് നമ്മുടെ കുടുംബങ്ങളെ വളർത്തുന്നതാണ്.